നമസ്കാരം. എല്ലാ ദിവസവും നമ്മൾ എല്ലാ സാധാരണ നടക്കുന്ന കാര്യങ്ങളും പിന്നെ ചെറിയ ചെറിയ നടക്കാത്ത കാര്യങ്ങളും ഒക്കെ നമ്മൾ പറയും. പിന്നെ കൂടുതലും ഹെൽത്ത് ഫീൽഡിലുള്ളതാണ്. ഞാൻ ഈ പറയാൻ പോകുന്നത് ഹെൽത്ത് ഫീൽഡ് തന്നെയാണ്. പിന്നെ നമ്മൾ എന്ത് കഴിഞ്ഞു കഴിഞ്ഞാലും എന്ത് ചെറിയായാലും വലുതായി കഴിഞ്ഞാലും അവസാനം ആൾ നോക്കുന്നത് ഈ സംഗതി ഇത് കണ്ടിട്ട് നമുക്കെന്ത് പ്രയോജനം. ഇപ്പോൾ ഈ ലോകത്തെല്ലാം ബിസിനസ് ആണല്ലോ. ഇപ്പം നിങ്ങൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രയോജനം വരും, അതിന് സംശയമൊന്നുമില്ല. പ്രയോജനം വരുന്ന കാര്യങ്ങൾ ഞാൻ അവസാനം പറയും. ഇപ്പോൾ എൻ്റെ അടുത്ത് പല ആളുകളും പല പല ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ഡോക്ടർ, ഈ മനുഷ്യരെന്താണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? ഞാൻ ചോദിച്ചു, എങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? അത് പ്രകൃതി വിരുദ്ധമായിട്ടുള്ളതാണ് ചിന്ത കൂടുതലും. അവർക്ക് പ്രകൃതി വിരുദ്ധമാണ് ഏറ്റവും നല്ലതും ഇതുമായിട്ടാണ് അവർ പറയുന്നത്. അതിന് വേറൊരു കാര്യമുണ്ട്. കാരണം ഹ്യൂമൻ ചിന്തിക്കുന്ന എപ്പോഴും പോസിറ്റീവായിട്ടല്ല, കൂടുതൽ നെഗറ്റീവായിട്ടാണ്. ഇപ്പോൾ ഞാൻ തന്നെ പല ആൾ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നു, നിങ്ങൾക്ക് ഫ്രീ കൺസൾട്ടേഷൻ തരും, അത് തരും ഇത് തരും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു പ്രശ്നമല്ല. ഈ ഡോക്ടറിലേക്ക് ഇതുപോലെ ഒരുപാട് കാര്യങ്ങളൊക്കെ പല ആളുകളും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് നടപ്പുള്ളതല്ല. പക്ഷേ ഡോക്ടർമാരെ സംബന്ധിച്ച് നടക്കാത്ത കാര്യം പറയാൻ പാടില്ല. അതുപോലെ സാറന്മാരായി കഴിഞ്ഞാലും കൊച്ചുങ്ങളെ നേരെ രീതിയിലാണ് പറഞ്ഞു പഠിപ്പിക്കേണ്ടത്. ഇത്രയും പറയാൻ ഞാൻ കാരണം, നമ്മുടെ ഈ വിദ്യാഭ്യാസം, പ്രത്യേകിച്ച് മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് ആളുകൾക്ക് ഇങ്ങനെ അട്രാക്ഷൻ കൂടി വന്നിരിക്കുകയാണ്. എന്താണ് അവർ വിചാരിക്കുക? എന്താണ്, നമുക്ക് പണം സമ്പാദിക്കണം, പിന്നെ അതുപോലെ വലിയ വലിയ ജീവിതം നടക്കണം, വലിയ ഹോട്ടലുകളിൽ താമസിക്കണം, വലിയ വലിയ ലക്ഷറീസ് എല്ലാം വേണം. ഇതെല്ലാം ആഗ്രഹിച്ചു കഴിഞ്ഞാലും അവസാനം നമ്മൾ എത്തുന്നത് ശവപ്പറമ്പിലാണ്. അപ്പോൾ ഈ ശവപ്പറമ്പിൽ പോകുന്നതിന് മുമ്പ് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടാണ് പോകുന്നതെന്ന് അറിയണ്ടേ? അത് മെഡിക്കൽ ഫീൽഡ് മിക്ക ഡോക്ടർമാരും ഇത് പറയാൻ മെനക്കെടത്തില്ല. കാര്യം ഇതൊരു ഒരു അൺഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റ് എന്നവർക്ക് തോന്നിക്കാം. പക്ഷേ എൻ്റെ അടുത്ത് പല ആളുകളും ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഈ മനുഷ്യൻ്റെ പ്രകൃതികൾ എന്തൊക്കെയാണ് പ്രത്യേകിച്ച് ഈ ശവശരീരത്തിൻ്റെ പുറത്ത് കാണിക്കുന്നത്. അതായത് നമ്മൾ എപ്പോഴും പറയുന്നതാണ്, നമ്മൾ ബഹുമാനിക്കണം. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ദുഷ്ടനാണെങ്കിലും നല്ലതെന്നേ പറയാവൂ. പിന്നെ മരിച്ചു കഴിയുമ്പോഴത്തേക്ക് അവൻ ഇല്ലാത്ത കാര്യങ്ങളൊന്നും വരത്തില്ല. പക്ഷേ ബാക്കി ഇതെല്ലാം ഇതിൻ്റെ ഇടയ്ക്കെല്ലാം എന്തെല്ലാം സംഭവിക്കുന്നു നമ്മൾ അറിയണ്ടേ? ഇപ്പോൾ ഡോക്ടർമാരെ സംബന്ധിച്ചിടത്തോളം അവർക്കിതൊന്നും വലിയ പ്രാധാന്യമുള്ള കാര്യമല്ല. ഒരു രോഗി മരിച്ചു, പിന്നെ അവിടെ മോർച്ചറി കയറ്റും, പിന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യണമെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്യും. അവരന്നേരം അത് മറന്നു. പക്ഷേ ഈ മോർച്ചറി കയറ്റുന്നതിന് മുമ്പ് എന്തൊക്കെ നടക്കുന്നുള്ളൂ ആർക്കും അറിയത്തില്ല. ഞാൻ പറയാൻ കാരണം, ഈ നടന്ന സംഭവമാണ്, നടക്കാത്ത പാടില്ലല്ലോ. ഈ മോർച്ചറിയിൽ നിൽക്കുന്ന ആളുകൾ നോർമലായിട്ടേ അല്ല, ഒരിക്കലും അല്ല. അഥവാ ഒരുത്തൻ നോർമലായിട്ട് വന്നു കഴിഞ്ഞാൽ തന്നെയും അവനെ അവിടുത്തെ കാര്യങ്ങളെല്ലാം പഠിപ്പിക്കും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ മോർച്ചറി ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ പ്രേതവും അനാഥ പ്രേതവും ബാക്കിയുള്ള പ്രേതവും ഇതെല്ലാം ഒന്ന് തന്നെ, എല്ലാവരും ഒറ്റ സ്ഥലത്ത് തന്നെ കൊണ്ടിടുന്നത്. പിന്നെ ആളുകൾ, ഇതിൻ്റെ നിൽക്കുന്ന ആളുകൾ ചെയ്യുന്ന പ്രവൃത്തിയെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ആണും വരും, പെണ്ണുങ്ങളും വരും. ചിലപ്പം പിന്നെ അനാഥ പ്രേതമായിരിക്കും, ചിലപ്പോൾ അല്ലാത്ത പ്രേതമായിരിക്കും. ഈ മോർച്ചറി 2 ദിവസം കിടക്കട്ടെ, അല്ലെങ്കിൽ ഒരു ദിവസം കഴിക്കട്ടെ, ഇങ്ങനെ വെച്ചേക്കാൻ, അല്ലെങ്കിൽ ഇട്ടേക്കും. പിന്നെ ചിലപ്പോൾ വലിയ ഉത്തരവാദിത്തമായിട്ടൊന്നും ആരും ശ്രദ്ധിക്കത്തുമില്ല. യവന്മാർ മുഴുക്ക ട്രങ്കാർഡ്സായിട്ടാണ് നിൽക്കുന്നത്, നല്ലൊരു ശതമാനവും. പിന്നെ ലേഡീസ് വരും, അതിൽ പ്രായമായവർ വരും, കൊച്ചുങ്ങൾ വരും, എങ്ങനെ വരും, എല്ലാം വരും. അത് നല്ല സുന്ദരിയായിട്ടുള്ള പെണ്ണുങ്ങൾ കാണും, ഇതെല്ലാം കാണും. പിന്നെ ഇവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. ഡെഡ് ബോഡിയുടെ നമ്മൾ വലിയ വലിയ ബഹുമാനം ഇതൊക്കെ കൊടുക്കണമെന്നെല്ലാം പറഞ്ഞിട്ടാണ് എല്ലാം ചെയ്ത് വയ്ക്കുന്നത്. മിലിറ്ററി തന്നെ നമുക്ക് കഴിയാൻ എന്തുമാത്രം ബഹുമാന സൂര്യമായിട്ടാണ് ഡെഡ് ബോഡി നമ്മൾ ആദരിക്കുന്നത്. ഈ ആദരവിന് പകരം അവന്മാരെല്ലാം ആദരിച്ച് കഴിയും. എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അതായത് ഡെഡ് ബോഡിയിൽ, അതായത് ശവശരീരത്തിൽ രമിക്കുന്നത് വളരെ സന്തോഷമായിട്ടുള്ള ആളുകളുണ്ട്. ഇപ്പം ഞാൻ അത് പറഞ്ഞ കൂട്ടത്തിൽ, ഈ ചെറിയ ആളുകൾ കല്യാണം കഴിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഈ സ്ത്രീകൾ ഇവർ ഇണചേരുന്ന സമയം മിണ്ടാതെ ശവശരീരം പോലെ കിടക്കണം. അപ്പോൾ അതൊരു മാനസിക അവസ്ഥ തന്നെയാണത്.
അപ്പോൾ ഇത് മാനസിക രോഗം ഈ ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ള രോഗങ്ങളുണ്ടാവും. അതിൽ മാനസിക വികൃതികളാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ട് വരുന്നത്. എന്നിട്ട് യവന്മാരിതിനെ എല്ലാം യൂസ് ചെയ്തിട്ട് ഇതാരറിയാൻ പോകുന്ന ആരും അറിയുന്നില്ല. എന്നിട്ട് ഇതിന് ഈ ഡെഡ് ബോഡി ആയിരിക്കും അവർ കൊണ്ടുപോകുന്നത്. അവിടെ കൊണ്ടും തീർന്നില്ല. നമ്മൾ ശവപ്പറമ്പുകൾ നോക്കാം. ഈ ശവപ്പറമ്പ് പോയി കഴിഞ്ഞാൽ ഇത് ഈ ബെറിയൽ അല്ലെങ്കിൽ ആ ശവം അടക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് ആരും നോക്കാറില്ല. ഈ ശവം അടക്കുന്നവന്മാർ തന്നെ ഈ പറയുന്നത് പോലെ 24 മണിക്കൂറും ബോധം ഈ കെട്ട് മയക്കുമരുന്നും അല്ലെങ്കിൽ പിന്നെ മറ്റേ ആൽക്കഹോളിൻ്റെ ഇതിലും അടിമകളാണ്. പിന്നെ ചിലവന്മാർ വന്ന് ഈ ഡോക്ടർമാർ തന്നെ ചോദിക്കും. കുറേ കഴിയുമ്പോഴത്തേക്ക് ഒരു കിട്ടുമല്ലോ ഡോക്ടറെയോ പിന്നെ മയങ്ങാനുള്ള മരുന്ന് എങ്ങനെ കിട്ടും? അത് ചില ആളുകൾ മയങ്ങാനുള്ള മരുന്നുകൾ നമ്മൾ കൊടുക്കും. അതുപോലുള്ളത് ഡോക്ടർ ഒരു മരുന്ന് കുറിച്ച് തരികയോ അല്ലെങ്കിൽ ഒന്ന് പറഞ്ഞു തരികയോ. അത് ഒരാൾ ഡോക്ടർ കൊടുക്കത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരടുത്ത് പോയിട്ട് ഒരു മെഡിക്കൽ സ്റ്റോറിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പൗണ്ടറെ കണ്ടിട്ട് അമ്മ സംഘടിക്കും. എന്നിട്ട് ഇതും കൂടെ കഴിച്ചോട്ട് വയ്ക്കും. ഡബിൾ എഫക്റ്റാണത്. പിന്നെ ശവപ്പറമ്പിൽ അവന്മാർ വെറുതെ വിടത്തിൽ ഈ ശവശരീരങ്ങളെ ഇത് മെഡിക്കൽ കോളേജുകളുടെ അനുബന്ധിച്ചിട്ടുള്ള മോർച്ചറി അല്ലെങ്കിൽ ഹോസ്പിറ്റലുകളുടെ മോർച്ചറി നടക്കുന്നതാണ്. അപ്പോൾ ഇത് എല്ലാ സ്ഥലത്തും നടക്കണമെന്ന് നമുക്ക് നിർബന്ധമില്ല. എന്നാലും മെജോറിറ്റി നിൽക്കും. അവന്മാർ മനുഷ്യനായിട്ടല്ല നിൽക്കുന്നത്, മൃഗമായിട്ടുമല്ല. മൃഗത്തിന് മറ്റൊരു ഗുണമുണ്ട്. മൃഗം പിന്നെ ഒരു മൃഗം ഗർഭിണിയാണെങ്കിൽ അവനതിൽ ഇൻട്രസ്റ്റ് രമിക്കത്തില്ല. ഇവിടെ മനുഷ്യനങ്ങനെ പിന്നെ ചെറുതെന്നോ വലുതെന്നോ പ്രായമൊന്നും ഒരു പ്രശ്നമില്ല. അത് ആണുങ്ങളും പെണ്ണുങ്ങളും ഒരേ ടെൻഡൻസിയാണ് ഇത് വരുന്നത്. അപ്പോൾ പെണ്ണുങ്ങളെ മാത്രം അല്ലെങ്കിൽ ആണുങ്ങൾ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് രണ്ട് ഗ്രൂപ്പിലും വരുന്ന കാര്യങ്ങളാണ്. പിന്നെ ശവശരീരത്തിൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ അവർ നോക്കും. ചില ശവശരീരങ്ങൾ അവർ പറയും ഇത് പിന്നെ അടക്കുന്നതിന് മുമ്പായിട്ട് അവർ ഉപയോഗിച്ച സാധനങ്ങൾ സ്വർണ്ണം അതൊക്കെ ഇടാൻ പറയും. ഇട്ട് കഴിഞ്ഞാൽ അവരെല്ലാം ഇടും. ഈ പ്രവൃത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ യവന്മാരിത് ഈ ശവം വെളിയിലെടുത്ത് കഴിഞ്ഞിട്ട് സ്വർണ്ണം ഇതൊക്കെ എടുക്കും. പിന്നെ ഈ ടെൻഡൻസി ഉള്ളവരായിരിക്കും ഇതിൽ കൂടെ നിൽക്കുന്നത്. അപ്പോൾ ആ പിന്നെ ശവശരീരത്തിന് യവന്മാർ രമിക്കുകയും ചെയ്യും. അതിന് യാതൊരു ദാക്ഷിണ്യവും ഇല്ല. ഇത് 100% കറക്റ്റാണ് ഞാൻ ഈ പറയുന്നത്. പിന്നെ 100,000 ഇത് ആളുകളൊക്കെ നോക്കിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സബ്ജക്റ്റ് ആരും പറയാറില്ല. അതിൻ്റെ കാരണങ്ങൾ പലതാണ്. ഇത് ബിസിനസ് എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ഒരു സർവീസ് തന്നെയാണ്. നിങ്ങൾക്ക് എൻ്റെ സർവീസ് ജെന്യുവിൻ ഓർ നോട്ട് നിങ്ങൾക്ക് എന്നെ ടെലിഫോൺ ചെയ്ത് ഏത് സമയത്തും ചോദിക്കുക. ഇത് കറക്റ്റായിരിക്കും. ഞാൻ പൈസ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒന്ന് എന്നെ കൺസൾട്ട് ചെയ്യാൻ പറയും. കൺസൾട്ട് ഫീസ് പൈസ ഉണ്ടെങ്കിൽ തരാൻ പറയും, ഇല്ലെങ്കിൽ വേണ്ട. അതിന് നിങ്ങൾക്ക് ഇനി ലക്ഷക്കണക്കിന് രൂപ നിങ്ങളുടെ പിന്നെ റവന്യൂവിൽ, അതായത് മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ മുഴുക്കെ പിന്നെ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്തതാണ്. അപ്പോൾ ഞാൻ പ്രധാനമായിട്ട് ചെയ്യുന്നത് നമ്മുടെ പിന്നെ ആൻജിയോപ്ലാസ്റ്റി എങ്ങനെ ഒഴിവാക്കാം, ബൈപ്പാസ് സർജറി എങ്ങനെ ഒഴിവാക്കാം, അതിന് ലേറ്റസ്റ്റ് ആയിട്ടുള്ള യൂറോപ്പിലും അമേരിക്കയിൽ പോലും ചെയ്യുന്ന സെയിം ട്രീറ്റ്മെൻറ്റ് ഞാൻ നിങ്ങൾക്ക് മാക്സിമം എൻ്റെ റിഡക്ഷനായിട്ട് നിങ്ങൾക്ക് ചെയ്യും. നമുക്കൊന്ന് ചോദിച്ച് അനുഭവിക്കാവുന്നതേ ഉള്ളൂ. ഇനി മറ്റൊരു കാര്യമായിട്ട് അടുത്തതിൽ കൂടുതലായിട്ട് പറയാം.